എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഇവാനെ കാണിക്കും. അവന്റെ ബോഡി മുഴുവൻ ആ പോയിസൺ ആണ്. പക്ഷെ അവനാണെങ്കിൽ അവന്റെ കൈവച്ച് കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങും. സോ അവൻ രക്ഷപ്പെടാനുള്ള ചാൻസ് അതിപ്പോ ഉണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്പർ 1ഉം ക്രൊക്കഡൈലും അവർ രണ്ടുപേരും ഇപ്പൊ സ്റ്റൈലായിട്ട് കപ്പൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ചുറ്റുമുണ്ടായിരുന്ന സോൾജേഴ്സിനാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിയാവും. പാവം ബഗ്ഗിയാണെങ്കിൽ ആ വീണ വീഴ്ചയിൽ മുഖം അടിച്ച് അങ്ങനെ കിടക്കുകയാണ്. നേവി സോൾജേഴ്സ് ആണെങ്കിൽ അടുത്ത സെക്കൻഡ് ഫയർ ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും കടലിലൊരു പ്രത്യേക ഭാഗത്ത് ഒരു ചുഴി അത് അങ്ങനെ ഫോം ചെയ്ത് വരുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുക. അത് മറ്റാരുമല്ല, നമ്മുടെ ജയന്റ്. അവ മുകളിലേക്ക് ഫുൾ ഫോഴ്സിൽ വന്ന് ഇപ്പൊ വെള്ളം അത് നല്ല സ്പീഡില് അവർ നിൽക്കുന്ന കപ്പലിന്റെ ഒരു ഭാഗത്തേക്ക് ആഞ്ഞടിപ്പിക്കും. ആ ഒരു ഫോഴ്സിൽ ആ കപ്പലിന്റെ ഒരു സൈഡ് തകർന്ന് ഉണ്ടായിരുന്ന സോൾജേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഒന്നൊന്നായിട്ട് താഴേക്ക് വീഴുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ജിംബായ് അവൻ മറ്റൊരു കാര്യം ആലോചിക്കുക. ആക്ച്വലി ഈ കപ്പലാണ് അവർ അടിച്ചു മാറ്റാനായിട്ട് ഉദ്ദേശിച്ചത്. സോ അതേ കപ്പൽ തന്നെ തകർത്ത പിന്നെങ്ങനെ അവരത് ഉപയോഗിക്കും? കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ എപ്പിസോഡുകളായിട്ട് ആ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വില്ലൻ അവന്റെ പോയിസൺ മുഴുവനായിട്ട് റിലീസ് ചെയ്ത് അവന്റെ ഡ്രാഗൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. പക്ഷെ ലൂഫി വിട്ടുകൊടുക്കാതെ അറഞ്ച ഇട്ടിച്ചിടിച്ച് വാർഡന്റെ തൊട്ടടുത്തെത്തും. അതിനുശേഷം കൈ ചുരുട്ടി നല്ല ഫോഴ്സിലൊരു ഇട്ടി. ആ ഒരു ഇട്ടിയില് വാർഡൻ വേദനിച്ച് നിലവിളിക്കും. ലൂഫിയുടെ പഞ്ച് അത് വലിയൊരു ഇട്ടിയായിട്ട് അവന്റെ ബോഡിയിൽ മുഴങ്ങും. അവനാണെങ്കിൽ ഇപ്പൊ കുറേശ്ശെ പേടിയായി തുടങ്ങും. ബാക്കിയുള്ള നമ്മുടെ പ്രിസണേഴ്സിന് അവരാണെങ്കിൽ ഡബിൾ ഹാപ്പി. അവരിപ്പോ ലൂഫിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. കമോൺ കമോൺ ലൂഫി, നിന്നെ കൊണ്ട് പറ്റും, നീ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ലൂഫിയെ അവര് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. പ്രിസണേഴ്സ് ആണെങ്കിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗണ്ണ് അതിൽ നിന്നും അറഞ്ചം പുറഞ്ചം വെടിയുതിർക്കും. ആ ബുള്ളറ്റ്സ് ഒന്നും വാർഡന്റെ ബോഡിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല. വില്ലനാണെങ്കിൽ അവരെ നോക്കി ചിരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. ഒരു കാരണവശാലും നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. കാരണം ഇമ്പിൾ ടൗണിലുണ്ടായിരുന്ന എല്ലാ കപ്പലുകളും ഞാൻ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എവിടെയും പോയി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. ഉടനെ ലൂഫി അവൻ ക്യാഷ്വലായിട്ട് പറയും, ഇത്രയും മണ്ടനായ നീ ഇത്രയും ബുദ്ധി പ്രയോഗിച്ചെങ്കിൽ ബുദ്ധിയുള്ള ഞങ്ങള് എത്രത്തോളം പ്രയോഗിക്കും? എന്റെ പുതിയ ഫ്രണ്ട് ജിംബെ അവൻ ഓൾറെഡി ആ കപ്പൽ കണ്ടെത്തി കഴിഞ്ഞു. അവനും ഞങ്ങളുടെ പുതിയ ടീമും ചേർന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പോകാനുള്ള കപ്പല് അതിവിടെ എത്തിക്കും. അത് കേട്ട് വില്ലനാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല. അവന്റെ ബോഡി മുഴുവൻ റെഡ് പോയിസൺ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അവൻ ഒരുപാട് ശക്തിയൊക്കെ ആർജിച്ചെടുത്ത് ലൂഫിയായിട്ട് പോരാടാൻ റെഡിയായി. പക്ഷെ ലൂഫി ആണെങ്കിൽ അവനെ വീണ്ടും ഇട്ടിക്കാനായിട്ട് എടുത്ത് ചാടും. നമ്പർ 3 ആണെങ്കിൽ ലൂഫി വേണ്ട, അപകടമാണെന്ന് പറയുമ്പോഴേക്കും ലൂഫിയുടെ ചവിട്ട് അവന്റെ നെഞ്ചിൽ കൊണ്ടിട്ടുണ്ടാവും. ഉടനെ ലൂഫിയുടെ കാല് അവന്റെ ബോഡിയിലേക്ക് ആഴ്ന്നിറങ്ങി റെഡ് കളറില് പോയിസൺ അവന്റെ കാലിലേക്ക് അഫക്റ്റ് ആവുകയാണ്. ലൂഫി കഷ്ടപ്പെട്ട് അവന്റെ കാല് പുറകിലേക്ക് വലിക്കും. പക്ഷെ ആ പോയിസൺ അതങ്ങനെ അവന്റെ കാലിലേക്ക് അഫക്റ്റ് ആവാൻ തുടങ്ങും. നമ്പർ 3 ആണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ ലൂഫിയുടെ കാലിലുള്ള ആ വാക്സ് വലിച്ചൂരി പുറത്തേക്ക് എറിയും. ഉടനെ ആ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ വീണ്ടും അവന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് പോയിസൺ പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. പോയിസൺ ആണെങ്കിൽ ആ റൂമിന്റെ പകുതിയോളം നിറഞ്ഞു കഴിഞ്ഞു. നമ്പർ 3 ക്രിയേറ്റ് ചെയ്ത ആക്സ് വാളൊക്കെ അതിൽ പെട്ട് ഉരുകിയില്ലാതാവും. അതിനുശേഷം ആ പോയിസൺ എല്ലാം ഇപ്പൊ വലിയൊരു മോൺസ്റ്ററായി മാറി ആ വില്ലന്റെ ബോഡിയിൽ അങ്ങനെ നിൽക്കും. ആ മോൺസ്റ്ററിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പേടിയാവും. അതിനോടൊരിക്കലും ഫൈറ്റ് ജയിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും പിടികിട്ടും. ലൂഫി വമ്പൻ ഒച്ചത്തില് ഓടിക്കോ എന്ന് നിലവിളിച്ച് അവൻ ഉഷാറായിട്ട് ഓടും. അതിന് പിന്നാലെ ഒരുപാട് പ്രിസണേഴ്സും അവരെങ്ങനെ ഓടെ ഒരുപാട് പേരുടെ ബോഡിയിലേക്ക് ആ ഒരു പോയിസൺ തെറിച്ചു വന്ന് വീഴുകയാണ്. ഇപ്പൊ ഉണ്ടായിരുന്ന ആ ബ്ലൂ പോയിസൺ അതിന്റെ 10 മടങ്ങ് പവറാണ് ഇതിന്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അത് ബോഡി മുഴുവൻ സ്പ്രെഡായി പ്രിസണേഴ്സ് ഓരോരുത്തരായി മരിച്ചു വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മെയിൻ എൻട്രൻസ് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് സോൾജേഴ്സ് മരിച്ചു കിടക്കുകയാണ്. അവിടെയുള്ള പ്രിസണേഴ്സ് ആണെങ്കിൽ ലൂഫി ടീമിന് വേണ്ടിയും ജിംബെ ടീമിന് വേണ്ടിയും കാത്തു നിൽക്കും. ദൂരത്തായിട്ട് വലിയ വെടി ശബ്ദവും നിലവിളി ശബ്ദവും ഒക്കെ അവർ കേൾക്കും. പക്ഷെ മുഴുവൻ ഫോഗ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താ നടക്കണമെന്ന് അവർക്ക് കാണാൻ പറ്റില്ല. കട്ട് ചെയ്ത ഇവിടെ കപ്പലില് ക്രൊക്കഡൈലും മിസ്റ്റർ 1ഉം അവർ രണ്ടുപേരും റൗണ്ട് ചെയ്ത് ആ സോൾജേഴ്സിനെ തല്ലി കൊല്ലും. മറ്റൊരു ഭാഗത്ത് ജിംബയാണെങ്കിൽ അവർക്ക് പോകാനുള്ള കപ്പലുകൾ അതൊന്നൊന്നായി നോട്ടീസ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കപ്പലിലാണെങ്കിൽ നമ്പർ 1ഉം ആ ക്രൊക്കഡൈലും അവരാണെങ്കിൽ സോൾജേഴ്സിനെ എല്ലാവരെയും തല്ലി ഓൾമോസ്റ്റ് അവരിപ്പോ നിൽക്കുന്ന കപ്പല് അത് കാലിയായി കഴിഞ്ഞു. അപ്പൊ തൊട്ടടുത്തുള്ള കപ്പലിലുള്ള സോൾജേഴ്സ് അവരാണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഹെഡ് പറയും,
ഇനി ഒരു വഴിയുമില്ല. അവർ ആ കപ്പല് അത് കൈക്കലാക്കുന്നതിന് മുൻപ് നമുക്കത് നശിപ്പിക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ആ കപ്പലിനെ വെട്ടിവെച്ച് നശിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ അടുത്ത സെക്കൻഡ് ഇപ്പൊ ഒരുപാട് വെള്ളം അതങ്ങനെ നല്ല ഫോഴ്സിൽ ആ കപ്പലിലേക്ക് ആഞ്ഞടിക്കും. പവറിലാണെങ്കിൽ ഗൺ പൗഡറും ബുള്ളറ്റ്സും അതൊക്കെ നനഞ്ഞു പോവാണ്. അവരത് ആരാണ് ചെയ്തതെന്ന് നോക്കും. മറ്റാരുമല്ല, സാക്ഷാൽ ജിംബൈ. അതേസമയം ലൂഫിയും ടീമും ആണെങ്കിൽ ഇപ്പൊ ഒരു വിധത്തിൽ ഓടി എൻട്രൻസിലെത്തി. ഡാൻസറിനാണെങ്കിൽ ലൂഫിയെ കണ്ട് ഭയങ്കര സന്തോഷം. അവനും ബാക്കിയുള്ള പ്രിസണേഴ്സും ഒക്കെ ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് തുള്ളിച്ചാടാൻ തുടങ്ങും. പക്ഷെ അപ്പോഴായിരിക്കും ലൂഫിയുടെ തൊട്ട് പിന്നാലെ ആ വാർഡൻ, അവനാണെങ്കിൽ റെഡ് പോയിസണിലൊക്കെ കുളിച്ച് അവിടേക്ക് വരുന്നത് കാണുക. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പിടികിട്ടും അവനിപ്പോ വളരെ അഗ്രസീവ് ആണെന്ന്. അവനെ കണ്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങും. വാർഡന്റെ ഒരേ ഒരു ലക്ഷ്യം അത് ലൂഫിയാണ്. കാരണം ഇംബിൾ ടൗണിന്റെ അഭിമാനം അത് ലൂഫി കാരണം കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ലൂഫി അവൻ ജീവനോട് കൂടെ പുറത്തു പോകാൻ പാടില്ല. അതേസമയം ലൂഫി അവൻ കപ്പലെത്തിയോ, കപ്പൽ എവിടെ, എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഡാൻസർ പറയും, ദൈവം സഹായിച്ച് നമുക്ക് ഒരു കപ്പൽ പോലും കിട്ടിയിട്ടില്ല, നമ്മൾ ശ്രമിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ജിംബയും ടീമും ഒരു കപ്പലുമായിട്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാതിരിക്കില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇവാനെ കാണിക്കും. ഇവാനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ പോയിസൺ അത് മുഴുവൻ റിമൂവ് ചെയ്തു. പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ ഒട്ടും എനർജി ഇല്ല. നടക്കാൻ പോലും കഴിയാതെ അവനങ്ങനെ താഴേക്ക് വീണ് വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. ഇവിടെ ആ വാർഡനാണെങ്കിൽ ലൂഫിയൻ ടീമിനെ വിടാതെ അവരുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവാൻ അവനാണെങ്കിൽ ആ ഫ്ലോർ നോക്കി അങ്ങനെ കണ്ണ് ചിമ്മും. അടുത്ത നിമിഷം അവൻ ഫുൾ ഫോഴ്സിൽ മുകളിലേക്ക് പറന്നു പോകും. ഇവാനാണെങ്കിൽ ഫ്ലോർ ഒക്കെ തകർത്ത് മുകളിലേക്ക് വരികയാണ്. അവന്റെ ബോഡിയിൽ ഇപ്പോഴും കുറച്ച് പോയിസൺ ഒക്കെ അവശേഷിക്കുന്നുണ്ട്. ലൂഫിക്കും ഡാൻസറിനും കുറച്ച് പൈററ്റ്സിനും അവർക്കെല്ലാവർക്കും ഇപ്പൊ അവനെ കണ്ട് ഭയങ്കര സന്തോഷാവും. ഇവാൻ ഒറ്റയ്ക്കല്ല, അവൻ ആ ലേഡി എനുസുമയെ കൂടെ രക്ഷപ്പെടുത്തിയാണ് ഇപ്പൊ മുകളിലേക്ക് വന്നിരിക്കുന്നത്. വാർഡനാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഇവരെങ്ങനെ ജീവനോട് കൂടെ തിരികെ എത്തിയെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവർക്ക് നേരെ ടേൺ ചെയ്യും. അപ്പൊ വേറൊരു പൈററ്റ് അവനാണെങ്കിൽ ലൂഫിയുടെ കയ്യില് എന്തോ ഒന്ന് കൊടുത്തിട്ട് പറയും, ഇത് ജിംബൈ നിന്റെ കയ്യിൽ തരാനായിട്ട് ഏൽപ്പിച്ചതാണ്. ഇവിടെ ജിംബയും നമ്പർ 1ഉം ക്രൊക്കഡൈലും അവര് 3 പേരും ചേർന്ന് കഷ്ടപ്പെട്ട് ആ കപ്പൽ സ്വന്തമാക്കി. അവൻ ലൂഫിയെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ കപ്പൽ കിട്ടിയെന്നുള്ള കാര്യം ലൂഫിയോട് പറയാണ്. ഉടനെ ലൂഫി പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയേ പറ്റൂ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണ്. ജിംബയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കപ്പൽ അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായാലും കുറച്ച് സമയം എടുക്കും. ആ കാര്യം ആള് ലൂഫി അറിയിക്കും. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായാലും അവൻ പോയിസൺ ഉപയോഗിച്ച് നിങ്ങളെ ഇല്ലാതാക്കും. ഇനി ഒന്നും നോക്കണ്ട, നിങ്ങൾ എല്ലാവരും കടലിലേക്ക് എടുത്തു ചാട്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയും. ലൂഫിയും ബാക്കിയുള്ള പൈററ്റ്സും അത് കേട്ട് ഷോക്കാവും. നീ എന്തായി പറയണേ, കടലില് വലിയ വലിയ സീ മോൺസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങളിൽ പലർക്കും നീന്താനും അറിയില്ല, എനിക്ക് ആ ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ കടലിൽ വീണ നിസ്സഹായനായി എനിക്ക് താഴേക്ക് പോകാൻ മാത്രമേ പറ്റൂ. പക്ഷെ ജിംബൈ ആണെങ്കിൽ ലൂഫിക്ക് ഉറപ്പ് കൊടുക്കും, എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളാമെന്ന്. ലൂഫി പതിയെ ഇപ്പൊ ടേൺ ചെയ്ത് നമ്പർ 3യെ നോക്കും. നമ്പർ 3 പറയും, നീ അവൻ പറയുന്നത് ദയവ് ചെയ്ത് വിശ്വസിക്കരുത്, അവൻ ഗവൺമെന്റിന്റെ ആളാണ്, ഉറപ്പായാലും അവൻ നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ലൂഫിക്ക് അറിയാം അവൻ എയ്സിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. അവൻ ഒരിക്കലും ലൂഫിയെ ചതിക്കില്ല എന്ന്. വാർഡനാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഓ, നിങ്ങൾ കടലിലേക്ക് ചാടാൻ പോവാണോ, ധൈര്യമായിട്ട് ചാടിക്കോ, ഈ കടലിനടിയിൽ ആ സീക്കിങ്സുകളുടെ മുഴുവൻ നെസ്റ്റും ഉണ്ട്, സോ താഴേക്ക് വീണ ഉറപ്പായാലും അവറ്റകൾ നിങ്ങളെ ഭക്ഷണമാക്കുമെന്ന് പറയും. നമ്മുടെ ആൾക്കാർ അക്ഷരാർത്ഥത്തില് ഇപ്പൊ ചെകുത്താന്റെയും കടലിന്റെയും ഇടയിൽ പെട്ടുകിടക്കാണ്. ലൂഫി ആണെങ്കിൽ നമ്പർ 3യോട് എന്തോ ഒരു കാര്യം പറയും. അത് കേട്ട് നമ്പർ 3 അവൻ ഫുൾ ഫോഴ്സിൽ ഒരുപാട് വാക്സ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത നിമിഷം ലൂഫി അവൻ 3rd ഗിയറിലേക്ക് പോയി ആ വാക്സില് ആഞ്ഞൊരു ചവിട്ട്. വാക്സ് തെറിച്ചു വന്ന് വില്ലനെ ഇട്ടിച്ച് തെറിപ്പിക്കും. പക്ഷെ എന്താ, അത്രയും പവർ എടുത്തതുകൊണ്ട് തന്നെ ലൂഫി ചെറുതായി പോകും. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ഇവാന്റെ തലയിലായിരിക്കും വന്ന് വീണിട്ടുണ്ടാവുക. അവനാണെങ്കിൽ ഇവാനെ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ തട്ടി വിളിക്കാണ്. അവൻ കണ്ണു തുറക്കും. അതിനുശേഷം ലൂഫി നിലവിളിച്ചു പറയും, എല്ലാവരും ഇവാന്റെ തലയിലേക്ക് കയറ്. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും ഓടി വന്ന് ഇവാന്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറുകയാണ്. എല്ലാവരും കയറിയെന്ന് മനസ്സിലാക്കിയ ഇവാൻ അവനാണെങ്കിൽ കണ്ണങ്ങനെ തുറന്ന് അടയ്ക്കാണ്. അടുത്ത സെക്കൻഡ് ഇവാൻ വമ്പ ഫോഴ്സിൽ പുറത്തേക്ക് തെറിച്ചു പോകും. ആ വില്ലനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ പിടിക്കാനായിട്ട് കൈ നീട്ടും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് ദൂരത്തേക്ക് ഇവാൻ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ടാവും. ആ പ്രിസണേഴ്സും പൈററ്റ്സും ലൂഫിയും എല്ലാവരും താഴേക്ക് നോക്കും. അതിലാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഫേസ് ചെയ്ത് ഒരുപാട് സീ മോൺസ്റ്റേഴ്സ്. അടുത്ത നിമിഷം അവരെങ്ങനെ അടിച്ച് ലാൻഡ് ചെയ്യും. അപ്പൊ അവരുടെ തൊട്ടടുത്തായി ജിംബെ
ആള് പറയും ഐ എം സോറി, നിങ്ങൾ ഇതുപോലെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ കടത്തിവിടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആക്ച്വലി ഇപ്പൊ നമ്മുടെ ആൾക്കാർ ലാൻഡ് ചെയ്തിരിക്കുന്നത് വലിയൊരു തിമിംഗലത്തിന്റെ മുകളിലാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ കടലിന്റെ ഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് മീനുകള്. ആക്ച്വലി ജിംബയാണ് നമ്മുടെ ആൾക്കാരെ സേവ് ചെയ്യാൻ ആ തിമിംഗലത്തെയും വലിയ വലിയ മീനുകളെയും ഒക്കെ അവിടേക്ക് കൊണ്ടുവന്നത്. ലൂഫി ഭയങ്കര സന്തോഷത്തില് ആ വാർഡനെ അവനെ നോക്കി ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.